ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേക്ക് ഇറ്റ് ഈസി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലെത്തിയത്. ഞാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ഹാപ്പി ഓണം. എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും വക ഹാപ്പി ഓണം. അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിൽ പോയാലോ? സദ്യയാണ് ഇന്ന് വീട്ടിൽ. സദ്യയിൽ ഒരു വിഭവമായ ഓലനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഓലൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ? ആദ്യം തേങ്ങ ചിരവാൻ പോവാണ്. ഞാൻ തേങ്ങ ചിരവിയിട്ട് തേങ്ങാപ്പാൽ എടുക്കാൻ പോവാം. തേങ്ങാപ്പാൽ എടുത്തിട്ട് ബാക്കി കാണാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ വേണം, കോക്കനട്ട് ഓയിൽ വേണം, മത്തൻ വേണം, മമ്പയർ വേണം, പിന്നെ പച്ചമുളക് വേണം, കറിവേപ്പില വേണം. ഇത്രയും മതി. ഈ ആറ് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അത്രയും പെട്ടെന്ന് വേഗം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. മമ്പയർ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിലേക്ക് മത്തൻ മുറിച്ചിടാം. മമ്പയർ ഓൾറെഡി കുറച്ച് വേവിച്ച് വെച്ചാണ്, കുക്കറിൽ വിസിൽ വരുത്തി വെച്ചതാണ്. ഇനി ഇതിലേക്ക് മത്തൻ മുറിച്ചിടാം. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് 1-2 വിസിലും കൂടെ വരുത്തി കഴിഞ്ഞാൽ ഓലൻ റെഡിയായി കഴിയും. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് കോക്കനട്ട് ഓയിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓലൻ സെറ്റായി കഴിയും. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ ഉടച്ചെടുത്തു. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും അതേപോലെ തേങ്ങാപ്പാലും ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓലൻ റെഡിയായി കഴിയും. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ചൂടാക്കി ഇനി ഇതിലേക്ക് കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്താൽ സംഭവം റെഡി ആയിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഇത് സദ്യയുടെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ എല്ലാ വിഭവവും പിന്നെ ഓലനും കൂടെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.